ഞാൻ അവസാന നിമിഷമാണ് ബാംഗ്ലൂർ ടു പാല ബസ് ബുക്കാക്കിയത്. 7 മണിക്ക് വരുമെന്ന് ടിക്കറ്റിൽ പറഞ്ഞ ബസ് വന്നത് 12 മണിക്ക്. വന്നതൊരു തല്ലിപ്പൊളി ബസ്സും. അത് കുറച്ച് വിഷയമായി. മീഡിയ വണ്ണിലൊക്കെ വന്നിരുന്നു, കണ്ടിരുന്നോ? അപ്പൊ ഈ 200 രൂപയ്ക്ക് ഞങ്ങൾ എന്താ നിങ്ങളുടെ നക്കാപ്പിച്ച 200 രൂപയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്? 200 രൂപയ്ക്ക് വേണ്ടി റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം സേലം വരെ ഈ ബസ്സും അത് കഴിഞ്ഞ് വേറെ ബസ്സിൽ കയറ്റി വിടാമെന്ന് ഇവരെ സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രി 2 മണിക്ക് മടിവാളയിൽ നിന്ന് കയറി. അങ്ങനെ സേലത്ത് നിന്ന് ഞങ്ങൾ മാറി കയറി. ഞാൻ 2833 രൂപ 95 പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത ബസ്സാണിത്. ബാംഗ്ലൂരിൽ നിന്ന് കയറിയപ്പം തണുപ്പായതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പാലക്കാട് എത്തിയപ്പോൾ ചൂടെടുക്കാൻ തുടങ്ങി. AC ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത്. പാലക്കാട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടോ. നമ്മുടെ ഇൻഫ്ലുവൻസർ വാക്ക് വിത്ത് താൽബിയും പുള്ളിയുടെ വൈഫും ഈ ബസ്സിലുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഹായ് പറയാമെന്ന് ഞാൻ ചോദിച്ചു. പുള്ളി ഹായ് പറഞ്ഞു, നല്ല മനുഷ്യൻ. പക്ഷെ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയായിരുന്നു. ബാഡ് ലക്ക്. പക്ഷെ കുഴപ്പമില്ല, ഒരു ഫോട്ടോ കിട്ടി. ഉച്ചയാകുന്തോറും വെയിൽ കൂടിക്കൊണ്ടിരുന്നു. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഗൈസ്, രാത്രി 7 മണിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം 4:30 പാലായിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് പൂപ്പ. ഹായ് വീട്, ഹായ് ചോറ്. വീട്ടിൽ ചെന്ന് ചോറ് കഴിച്ചപ്പോഴാണ് എൻ്റെ ബോധം നേരെ വീണത്. ആഹാ, റെഡ് ബസ്സിൻ്റെ ഫീഡ്ബാക്ക് ചോദിക്കുന്നു. റെഡ് ബസ്സിന് ഈ റീൽ അയച്ചു കൊടുക്കാൻ വല്ല വഴിയുണ്ടോ? ബാംഗ്ലൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് കേരളത്തിൽ എത്തിയവരോട് പറ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ട്. അപ്പൊ ശരി, ബൈ.